ഏറ്റവും കൂടുതൽ നമ്മളെ വേദനിപ്പിച്ച ഒരു ക്യാരക്ടറുകളൊന്നാണ് പുട്ടുറുമീസ് എന്ന് പറയുന്ന മമ്മൂക്ക ചെയ്ത കഥാപാത്രം അല്ലേ? സൂര്യമാനസ്. മൈസൺമെൻ എന്ന് പറഞ്ഞ പഴയ ഒരു കഥയുടെ മലയാള സിനിമ ആവിഷ്കാരമാണ്. ഈ പറഞ്ഞ പോലെ ഇന്നത്തെ കാലത്തും അങ്ങനെ തന്നെയാണ്. ഈ രൂപം, ഈ മുഖത്തിൻ്റെയൊക്കെ ഉള്ള ഒരു ഭംഗിയോ സൗന്ദര്യമോ എന്നൊക്കെ പറയുന്ന സങ്കല്പങ്ങൾക്ക് അപ്പുറത്തേക്ക് അതൊന്നുമല്ലാത്ത അതിനെല്ലാം ബ്രേക്ക് ചെയ്യുന്ന സിനിമകൾ ചെയ്യണമെന്ന് എനിക്ക് പണ്ട് മുതലേ ആഗ്രഹമുള്ള ആളാണ്. ഞാനത് ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട്. പലപ്പോഴും പലരുടെയും നിർബന്ധത്തിന് വഴങ്ങി എനിക്കത് കൈവിട്ടു പോയതാണ്. ഇത് എനിക്ക് പരിചയമുള്ളൊരു പ്രൊഡ്യൂസറും അത്യാവശ്യം സ്വാധീനിക്കാവുന്നൊരു സംവിധായകനും എഴുത്തുകാരും ഒക്കെ ആയതുകൊണ്ട് പുട്ടുറുമീസിൻ്റെ രൂപം ഞാൻ അങ്ങനെ ആക്കിയെടുത്താണ്. പക്ഷെ ഒരു അമ്മയുടെയും മോൻ്റെയും കഥയാണ്. അതായത് ഒരുപാട് ഹൈപ്പർ റിയാക്റ്റീവായിട്ടുള്ളൊരു മോൻ്റെ കഥയാണ്. അത് എനിക്ക് വലിയ ആഗ്രഹത്തോടെ ഞാൻ ചെയ്തതാണ്. അത് അതിന് മ്യൂസിക് ഡയറക്ടറായിട്ട് വന്നത് ഇന്ന് ബാഹുബലി പോലെയുള്ള സിനിമകൾ ചെയ്തിട്ടുള്ള കീരവാണി സാറാണ് ഈ സൂര്യമാനസം എന്ന് പറയുന്ന ചിത്രത്തിന്റെ സംഗീത സംവിധായകൻ. ഓർമ്മയുണ്ടോ മുഖ? സൂര്യമാനസിലെ സൗണ്ടൊക്കെ ഒറിജിനലാണ്. അല്ല, അത് ഇപ്പോഴും അതുപോലെ ചെയ്യാൻ പറ്റും. അതോടുകൂടി അങ്ങ് വിടുന്നതല്ലേ. ഇത്രയും ധൈര്യം ഞാൻ എൻ്റെ ചാൾസ് ശോഭരാജന് മാത്രമേ കണ്ടിട്ടുള്ളൂ. നമുക്ക് ഡിയർ സൂര്യമാനസം. തരളിതരാവിൽ മയങ്ങിയോ സൂര്യമാനസം, വഴിയറിയാതെ വിതുമ്പിയോ സ്നേഹനൊമ്പരം, ഏതു വിമുഖ തലങ്ങളിൽ ജീവിത നൗകയിതേറുമോ, ദൂരെ ദൂരെയായിൻ തീരമില്ലയോ, തരളിതരാവിൽ മയങ്ങിയോ സൂര്യമാനസം, വഴിയറിയാതെ വിതുമ്പിയോ സ്നേഹനൊമ്പരം. സലീം കുമാറിനെ ഈ നിമിഷം നമ്മൾ ഓർക്കുന്നത് 10-25 വർഷത്തോളം മലയാള സിനിമയിൽ നിഷേധിക്കാനാവാത്ത ഒരു അഭിനയപാഠം കാണിച്ച നടനായിട്ടും അതിലേറെ മനുഷ്യനായിട്ടും നിലപാടും വ്യക്തിത്വവും സ്വന്തമായ അഭിപ്രായങ്ങളുമുള്ള ധീരനായ മനുഷ്യനുമായിട്ടാണ്. സലീം കുമാറിൻ്റെ വേർപാട് നമുക്കൊക്കെ നഷ്ടമൊന്നല്ല. അദ്ദേഹം ജീവിച്ചിരുന്ന ഈ കാലത്ത് അദ്ദേഹത്തിൻ്റെ കൂടെ ജോലി ചെയ്യാനും അദ്ദേഹത്തിൻ്റെ പ്രകടനങ്ങൾക്ക് സാക്ഷികളാകാനും ചെയ്ത നമുക്ക് ലാഭമാണ് യഥാർത്ഥത്തിൽ. 25 വർഷം നമുക്ക് അദ്ദേഹം തന്നിട്ട് പോയ എല്ലാ കലാപ്രകടനങ്ങളും, എല്ലാ അഭിപ്രായങ്ങളും നമുക്കാണ് ലാഭം. നമ്മുടെ നഷ്ടമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം സലീം കുമാർ എന്നിൽ ഉപേക്ഷിച്ചിട്ട് പോയ ഒരുപാട് ഓർമ്മകൾ, ഒരുപാട് സ്നേഹം, അതെല്ലാം ലാഭമായിട്ട് കരുതുന്ന ആളാണ് ഞാൻ.